ഹായ്, നമ്മൾ പഴനിക്ക് പോവുകയാണേ. കുഞ്ഞിൻ്റെ തല മുട്ടയടിക്കാനാണ് പോകുന്നത്. അങ്ങനെ വീട്ടിൽ നിന്ന് ഇറങ്ങി കുറച്ച് കഴിയുമ്പോൾ നമ്മൾ ഒരു റെസ്റ്റോറൻറ്റിൽ കയറി ഫുഡൊക്കെ കഴിച്ചിട്ട് നേരെ തമിഴ്നാടിന് പോവുകയാണ്. അങ്ങനെ തമിഴ്നാട് എത്തിയിട്ടോ. അപ്പം നമ്മളവിടെ പോകുന്ന നേരമാണ് മുന്തിരിത്തോട്ടം കണ്ടത്. അന്ന് ഇവിടെ ജസ്റ്റ് ഒന്ന് കയറിയിട്ട് പോകാമെന്ന് പറഞ്ഞ് നമ്മളവിടെ ഇറങ്ങിയിട്ടോ. അപ്പം കുറേ ചേച്ചിമാരിങ്ങനെ ഓരോ സാധനങ്ങളൊക്കെ അവിടെ വിൽക്കുന്നുണ്ടായിരുന്നു. നമ്മളത് വിലയൊക്കെ ചോദിച്ചു, കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടോ. അതാണ്ട് നമ്മൾ കാണാൻ കൊതിച്ചിരുന്ന സാധനം മുന്തിരി. ഇത് കണ്ടിട്ട് കൊതിയായിട്ടോ. ഡയറക്റ്റ് പറിച്ച് കഴിച്ചാലോ എന്നൊക്കെ തോന്നി. പക്ഷേ അവർ അങ്ങനെ പറിക്കുന്നാണ്ട് വഴക്ക് പറയും. അതുകൊണ്ട് പറിച്ചില്ല. പിന്നെ നമ്മൾ അവിടുന്ന് ഒരു 3-4 കിലോ വാങ്ങിച്ചിട്ടോ. പിന്നെ മുന്തിരി കൊണ്ട് അവിടെ ഒത്തിരി സാധനങ്ങളുണ്ട് കേട്ടോ. മുന്തിരി വൈന്, പിന്നെ ജാമ, എസൻസ്, അങ്ങനത്തെ കുറേ ഐറ്റംസൊക്കെ ഉണ്ട്. പിന്നെ നമ്മൾ അവിടെ ചെന്നിട്ട് മുന്തിരിയുടെ ചായ കുടിച്ചിട്ടോ. മുന്തിരി ചായ അതിന് 20 രൂപയാണ്. എനിക്കിഷ്ടപ്പെട്ടു കേട്ടോ. അത് കഴിഞ്ഞ് അതിൻ്റെ ഇപ്പുറത്തോട്ട് തിരിഞ്ഞപ്പോൾ എൻ്റെ പേരെനിക്കറിയില്ല, ഈ ചൊച്ചയ്ക്കാന്നൊക്കെയാണ് ഇവിടെ പറയുന്നത്. അങ്ങനെ അത് കണ്ടു. അതൊക്കെ കണ്ടിട്ടിറങ്ങി. അന്നേരമാണ് അവിടെ ലവേഴ്സിനെ കണ്ടോ. അതിങ്ങനെ വെക്കാൻ വെച്ചേക്കുന്നതാണ് ഇത്. അങ്ങനെ ഇതൊക്കെ കണ്ട് ഞങ്ങൾ തിരിച്ച് പോയിട്ടോ. അങ്ങനെ നമ്മൾ രാത്രി ഈ കാണുന്നത് ഞാൻ അങ്ങോട്ട് പോകുന്നതിൻ്റെ അടുത്താണ്. ഈ നെല്ലാണ്, അതിങ്ങനെ വിളഞ്ഞ് ഇങ്ങനെ നിൽക്കുന്നതാണ് കാണുന്നത്. റോഡെന്നൊക്കെ പറഞ്ഞാൽ സൂപ്പർ റോഡാണ്. ഈ തമിഴ്ക്കാരൊക്കെ വന്നാൽ നമ്മുടെ റോഡിൽ കൂടെ അങ്ങനെ പോയില്ല, കാരണം അവിടുത്തെ റോഡൊക്കെ ഒരു രക്ഷയില്ല കേട്ടോ. അങ്ങനെ രാത്രി നമ്മൾ 9 മണിയായപ്പം തമിഴ്നാട് എത്തിയിട്ടോ. നൈറ്റ് കാണാൻ ഒരു പ്രത്യേക രസമായിരുന്നു കേട്ടോ. പ്രത്യേക ഒരു വൈബും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ അന്ന് അവിടെ സ്റ്റേ ആയിട്ട് പിറ്റേ ദിവസം രാവിലെയാണ് കയറിയത്. നടക്കാൻ വയ്യാത്തവർക്ക് ട്രെയിനുണ്ട് കേട്ടോ. ട്രെയിൻ വഴി പോകാം. നമ്മൾ നടന്നിട്ടാണ് കയറിയത്. അങ്ങനെ കുഞ്ഞിൻ്റെ തല മുട്ടയൊക്കെ അടിച്ച് നമ്മൾ തിരിച്ച് വീട്ടിലോട്ട് വന്നു കേട്ടോ. പക്ഷെ മുട്ട അടിക്കുന്ന ഫോട്ടോ എനിക്ക് എടുക്കാൻ പറ്റില്ല, അതാണ് ഇടാഞ്ഞത്. ടാറ്റാ.